നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ ഓർമ്മ നിങ്ങളുടെ വ്യക്തിയിൽ എന്ത് ഫീലാണ് വരുത്തുന്നതെന്നും അവർ ശക്തമായി എടുക്കാൻ പോകുന്ന തീരുമാനം, അവരൊരു ഉറച്ച എന്ത് തീരുമാനമാണ് ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പോകുന്നതെന്നുമുള്ള ഒരു എനർജിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ട് കളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇതൊരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്ന ആ പേഴ്സണെ മനസ്സിൽ ഓർത്തുകൊണ്ട് അവരുടെ നെയിം പറഞ്ഞുകൊണ്ട് ഇത് കേൾക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഒരു പ്രാർത്ഥനയോടുകൂടി നിങ്ങളിത് കാണാൻ ശ്രമിച്ചാൽ ഇതിനകത്തെ പോസിറ്റീവായ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് മാനിഫെസ്റ്റിംഗ് ആയി വരികയും നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന നെഗറ്റീവ് തോട്ട്സുകളെയും നെഗറ്റീവ് എനർജികളെയും എല്ലാം ഹീലായി പോവുകയും ചെയ്യുമെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. നിങ്ങൾക്ക് 100% ഞാൻ ഉറപ്പ് നൽകുന്നു. കാരണം എൻ്റെ എല്ലാ റീഡിങ്സും ഒരു മാനിഫെസ്റ്റിംഗ് റീഡിംഗ് ആണ്. അത്രത്തോളം പ്രാർത്ഥനയോടുകൂടി നിങ്ങളിലേക്ക് ഞാൻ നൽകുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളിൽ ഓരോ വ്യക്തികൾക്കും അത് റെസനേറ്റ് ആവുകയും നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവമായി വരികയും ചെയ്യുന്നു എന്ന് കേൾക്കുന്നതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ആ ഒരു മാറ്റം വരട്ടെ. പക്ഷേ നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ടും വിശ്വാസത്തോടും കൂടിയാണോ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അതനുസരിച്ച് മാത്രമേ നിങ്ങളിലേക്ക് ഈ ഓരോ കാര്യങ്ങളും വന്ന് ചേരുകയുള്ളൂ എന്നത് മനസ്സിലാക്കുക. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 2 of Wands ആണ്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിലേക്ക് വരുന്നൊരു ഫീലിങ്സിൻ്റെ എനർജിയാണ് ആദ്യം നമ്മൾ എടുക്കുന്നത്. 2 of Wands ആണ്. ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു പൂർണ്ണമായൊരു ലോകം ഉണ്ടാവണമെങ്കിൽ, അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ, അവർക്ക് അവരുടേതായ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് വേണമെന്ന വ്യക്തമായ ഒരു തിരിച്ചറിവ് അവർക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ കയ്യിലുണ്ടായിരുന്ന അവരെന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ കൊടുത്ത് ആ ഒരു കാര്യത്തെ അവർ പൂർണ്ണമായി അവരിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളാകുന്ന ആ ഒരു എനർജിയെ, നിങ്ങളുടെ ഓർമ്മകളെ, നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളെ ഇന്ന് അവർ ചേർത്ത് പിടിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളിലേക്ക് നോക്കി നിൽക്കുകയാണ്, വെയിറ്റിംഗ് ചെയ്യുകയാണ്. കാരണം അവർക്ക് വളരെ നിരാശയാണ് ഇപ്പോൾ ഉണ്ടായേക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് വളരെയധികം വേദനയും നിരാശയും, അതുപോലെ അവർക്കുടെ ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ കുറിച്ച് അവർക്ക് ഒരു ധാരണയുമില്ല. എന്താണ് എൻ്റെ ഫ്യൂച്ചർ എന്നുപോലും അവർക്കൊരു ഉറപ്പില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ശരിക്കും നിങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റിംഗ് ചെയ്യുന്നു. അവരൊറ്റയ്ക്കാണ് ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ അവർ പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരു എനർജിയിലാണ്. ഒറ്റപ്പെടുക മാത്രവുമല്ല, അവരുടേതായ ഒരു ലോകം അടച്ചു പൂട്ടിയ പോലെയാണ്. അവർക്ക് മുന്നോട്ടേക്ക് ഇറങ്ങാനോ പോകുവാനോ ഒന്നും മാർഗങ്ങളില്ലാതെ അവർ ഒരു സിറ്റുവേഷൻസിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ ഇടുങ്ങിയ ഒരു മാനസിക അവസ്ഥയിൽ ഒതുങ്ങി നിൽക്കേണ്ടി വരുന്നു. ഒരു വിശാലമായ ഒരു ലോകം അവർക്ക് തീർക്കാൻ പറ്റാത്ത വിധം അവർ തളർന്ന ഒരു എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത്. അതുകൂടാതെ തന്നെ അവരൊരു ഇടുങ്ങിയ ചിന്തയോടുകൂടി, ഇടുങ്ങിയ മനസ്ഥിതിയോടുകൂടി നിൽക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. അവരുടെ ലോകം, സ്വപ്നം ഇതെല്ലാം നിങ്ങളാണ് എന്ന് അവർക്ക് വ്യക്തമായും മനസ്സിലാകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മൾട്ടിപ്പിൾ പ്രയോറിറ്റി അവരുടെ ജീവിതത്തിൽ നിങ്ങളെന്ന് മാത്രമല്ല, അവരുടെ ലൈഫിൽ മറ്റു പല കാര്യങ്ങളും പാസ്റ്റിൽ ഉണ്ടായിരുന്നു. അവരൊരു മൾട്ടിപ്പിൾ പ്രയോറിറ്റിയോട് കൂടി നിന്ന പേഴ്സണാണ്. ചിലപ്പോൾ ഒരു ദൂരയാത്രയ്ക്കോ വിദേശത്തേക്കൊക്കെ പോകുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അവരുടെ കരിയർ പരമായിട്ടോ ഫിനാൻഷ്യലി ഒക്കെ ഒരു സക്സസ്സിന് വേണ്ടിയിട്ടൊക്കെ ആവാം നിങ്ങളിൽ നിന്നും അവരൊന്ന് പിന്മാറിയത്. അവർക്കും വേറെ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അവർക്ക് തേർഡ് സിറ്റുവേഷൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അവരൊരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി കാണിച്ചിരുന്നു നിങ്ങൾക്ക് മുമ്പിൽ. അവർ പല കാര്യങ്ങളെയും ബാലൻസ് ചെയ്യാൻ, അതായത് ടൈം അനുസരിച്ച്, അവരുടെ സമയം അനുസരിച്ച് അവർ ചേഞ്ചിങ് വരുത്തി
എത്തിയിരുന്ന അവരുടെ സ്വഭാവ രീതികൾക്കാണെങ്കിലും അവരുടെ ലൈഫ് സിറ്റുവേഷൻസിനാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ അവർ മാറ്റം വരുത്തി ഇരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മാത്രമല്ല ഈ ഒരു പേഴ്സൺ ഫിനാൻസിനോട് വളരെയധികം ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്ന ഒരു പേഴ്സണാണ്. ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി, ഫിനാൻസ് എന്നുള്ള ആ ഒരു എനർജി ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ ഇന്ന് അതെല്ലാം ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിൽക്കേണ്ടി വന്നു. അതല്ലെങ്കിൽ അവിടെ എല്ലാം അവർക്കൊരു ഫെയിലിയറാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പാസ്റ്റിലെ ആ ഒരു സ്നേഹത്തെ, പാസ്റ്റിലെ ആ ഒരു സിറ്റുവേഷൻസിനെ അവരിപ്പം ഓർത്ത് ദുഃഖിക്കുന്നു. നിങ്ങൾ നൽകിയിരുന്ന സ്നേഹം, നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം ഒരു പാസ്റ്റിലെ കാര്യങ്ങളിലാണ്, മുൻകാലങ്ങളിലുണ്ടായിരുന്ന ആ ഒരു സന്തോഷം നിറഞ്ഞ സിറ്റുവേഷൻസിലാണ് അവരിപ്പം മനസ്സ് കൊണ്ടുവന്ന് നിൽക്കുന്നത്. അവർക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്ന് ചേർന്നാൽ കൊള്ളാമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം നിരാശയിലാണ് നിൽക്കുന്നത്, സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. അവർക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. പറഞ്ഞില്ല, അവർക്കൊരു ഇടുങ്ങിയ ചിന്താഗതിയായിപ്പോയി. അല്ലെങ്കിൽ അവർക്ക് സെൽഫായിട്ട് തന്നെ അവരോട് ഒരു എനർജി അവർക്ക് നഷ്ടപ്പെട്ടു. അവർക്ക് ഒന്നിലും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 8 ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. അവർ സ്റ്റക്കായി പോയിരിക്കുകയാണ്. പുറമേ അവർ വലിയ നല്ല രീതിയിലൊക്കെ പല രീതിയിൽ പ്രകടനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് ഒരുപാട് കുറ്റബോധവും പശ്ചാത്താപവും മാത്രവുമല്ല ചെയ്തു പോയ പല കാര്യങ്ങളും വീണ്ടും വീണ്ടും അവരുടെ ഓർമ്മകളിലേക്ക് വന്നിട്ട് അവർ വളരെയധികം ഒരു മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു, സ്റ്റക്കായി പോകുന്നു. ചില സമയത്ത് അവർക്ക് അവരിൽ തന്നെ ഒരു ബന്ധനം സൃഷ്ടിക്കേണ്ടി വരുന്നു. ഒന്നും അവർക്കില്ല, ഒരു ശൂന്യതയാണ്. ശരിക്കും അവർ മറ്റൊരു മിറർ എനർജിയിലാണ് നിൽക്കുന്നത്. അതായത് 2 ഫേസോട് കൂടിയാണ് നിൽക്കുന്നത്. അവർ കാണുന്ന ആളല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്നുള്ളൊരു എനർജിയിലാണ് അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നത്. മാത്രവുമല്ല അവരെ മറ്റെന്തൊക്കെയോ സാഹചര്യങ്ങൾ, ചില വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരുന്നുണ്ട്. കൂടാതെ തന്നെ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കുറ്റപ്പെടുത്തലിൻ്റെ ഒരു ലോകമാണ്. സെൽഫായിട്ട് അവർ തന്നെ അവരെ കുറ്റപ്പെടുത്തേണ്ട ഒരു എനർജിയിൽ വന്നു. കാരണം ഒന്നെങ്കിൽ അവരുടെ കയ്യിൽ കിട്ടിയ ആ ഒരു പ്രഷ്യസായ ഒന്നിനെ അവർ നഷ്ടപ്പെടുത്തി. അതായത് പാസ്റ്റിൽ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നതിനെ അവർ ഒന്നും നോക്കാതെ, മുന്നും പിന്നും നോക്കാതെ എടുത്ത് കളഞ്ഞു എന്ന ഒരു എനർജി അവർ സ്വയം കുറ്റപ്പെടുത്തുകയാണ്. മനസ്സാക്ഷി കുത്തെന്നൊക്കെ പറയുന്ന ഒരു എനർജിയിൽ വന്ന് നിൽക്കുകയാണ്. കാരണം അവർ പാസ്റ്റിൽ അത്രത്തോളം ഈഗോയിസ്റ്റിക് ആയ ഒരു പേഴ്സൺ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, അവരുടെ ലക്ഷ്യങ്ങൾക്ക് അവർ പ്രാധാന്യം കൊടുത്തു, അവരുടെ സക്സസ്സിന് പ്രാധാന്യം കൊടുത്തു. അവർ ഫോക്കസിങ് ചെയ്തത് മൊത്തം അവരുടെ വിജയം, അവരുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആക്കുക എന്നൊരു എനർജിയിലായിരുന്നു അവർ ആഗ്രഹിച്ച രീതി. അവർക്കൊരു സ്റ്റെബിലിറ്റി ആയിരുന്നു, സ്ട്രക്ചർ, നല്ലൊരു ഘടന, അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അവർ ഇമോഷണലി വളരെയധികം ഒരു മെച്യൂരിറ്റിയോട് കൂടി, അതല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയ ഒരു എനർജിയോട് കൂടി അവർ നിന്ന് പോയിരുന്നു. അതായത് അവർക്ക് ഇമോഷൻസിനോ മറ്റൊരാളുടെ പെയിൻഫുള്ളായ സാഹചര്യങ്ങൾക്കോ ഒറ്റപ്പെടലിനോ ഒന്നും വേദനയ്ക്കൊന്നും അവർ യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ അവർ വളരെ സ്ട്രോങ് എനർജിയോടുകൂടി അവരിൽ മാത്രം അവർ പ്രാധാന്യം കൊടുത്ത അവർക്കുടെ കയ്യിൽ ഉണ്ടായിരുന്ന പവറിനെ അവർ ശരിക്കും യൂസ് ചെയ്തു പോയി. അതായത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ അവരുടെ അടിമ പോലെ നിന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. അവിടെ അവരവരുടെ പവർ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. ആ പവർ ഉപയോഗിച്ചത് ഇന്ന് അവർക്കൊരൊറ്റപ്പെടലിന് കാരണമായി. അവർ സ്വയം ചിന്തിക്കേണ്ട എനർജിയിൽ നിൽക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് വരുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ അവരുടെ ആറ്റിറ്റ്യൂഡ്, അവർ ചെയ്ത പ്രവർത്തികൾ, അവരിപ്പോൾ സെൽഫ് അവരിലേക്ക് അവരുടെ ഇന്നർ ഗൈഡൻസിന് വേണ്ടിയിട്ട് അവരുടെ ഉള്ളിലേക്ക് അവർ നോക്കി നിൽക്കേണ്ട ഒരു എനർജിയാണ്. അവർക്ക് പറ്റിപ്പോയ തെറ്റുകളെക്കുറിച്ച് ചിന്തിച്ച് ശരിക്കും വളരെയധികം വിഷമിക്കുന്നു. അവർക്ക് ശരിക്കും തകർന്നു പോയൊരു ഫീലാണ് കേട്ടോ. ടവറാണ് വന്നിരിക്കുന്നത്. അവരൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ചേഞ്ചിങ് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ പ്രിയപ്പെട്ട പാർട്ട്ണറായ, അവരുടെ ഒരു പൂർണ്ണതയുള്ള ഒരു പാർട്ട്ണർ നിങ്ങളായിരുന്നു. അതായത് ഒരു ബ്ലെസ്സിങ്സോട് കൂടി യൂണിവേഴ്സ് അവർക്ക് നൽകിയ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ് ആയിരുന്നു നിങ്ങളെന്ന ആ ഒരു തിരിച്ചറിവ്. യഥാർത്ഥ സോൾ കണക്ഷൻസ് അവർക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് നൽകിയിരുന്ന, നിങ്ങളോടൊത്തുണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. അവരുടെ ലൈഫിനെ തന്നെ അവർക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവാം. ഒരു ലൈഫ് സിറ്റുവേഷൻ, ഒരു മാര്യേജിലേക്കൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പൂർണ്ണതയിലേക്ക് നിങ്ങളുടെ ആ ഒരു ബന്ധത്തെ എത്തിച്ച് നിർത്തിയിട്ടായിരിക്കാം ഒരു തകർച്ചയിലേക്ക് ആ ഒരു ബന്ധം പോയി തീർന്നത്. അതായത് ഏറ്റവും ടോപ്പായ എനർജിയിൽ നിന്ന ആ ഒരു റിലേഷൻഷിപ്പിനെ
ഏറ്റവും താഴേക്ക് തള്ളിയിട്ടത് അവരുടെ പ്രവർത്തികളും അവരുടെ ചിന്തകളും അവരുടെ ഈഗോയുമൊക്കെയാണ് എന്നവർ മനസ്സിലാക്കുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കാര്യം സംഭവിച്ചിരുന്നെങ്കിൽ അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കാലം അനുകൂലമാകണം, അവർക്ക് ഒരു വിധി ഉണ്ടാവണം, അവർക്കൊരു മാറ്റം വരണം, ഒരു ഗ്രോത്ത് ഉണ്ടാവണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ അതുണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വിധി, കാലം ഇനി അനുകൂലമാകണമെന്നുള്ള തിരിച്ചറിവോടി വരുന്നുണ്ട്. പേജ് 9 ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. കയ്യെത്താ ദൂരത്തേക്ക് പോയി അവരുടെ സാഹചര്യങ്ങളെന്ന് അവർക്ക് മനസ്സിലായി. കാരണം ശരിക്കും ഇതിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്കും നിങ്ങളുടെ പേഴ്സൺ, ഞാൻ പറഞ്ഞില്ലേ, ഫിനാൻഷ്യലി വളരെയധികം ഒരു ഇൻഡിപെൻഡൻ്റ് ആവണം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി വളരെയധികം ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു, ഫിനാൻഷ്യലി സ്റ്റേബിലിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം ശ്രമിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത് കേട്ടോ. ഫിനാൻസിനോട് വളരെയധികം ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. തേർഡ് സിറ്റുവേഷൻസിൽ അത് ഉണ്ട് എന്ന് ചിന്തിച്ചാണ് ഈ ഒരു പേഴ്സൺ പോയത്. പക്ഷേ അത് ആ ഒരു വ്യക്തിയുടെ കൈകളിലേക്ക് വരുന്ന ഒരു എനർജി ആയിരുന്നില്ല. ഈ പേഴ്സൺ, നിങ്ങളുടെ വ്യക്തി അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കൂടാതെ തന്നെ അവർക്കിപ്പോൾ ഒരു ഓർമ്മകൾ മാത്രമായി. നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ അവർക്കിടെ ഒരു മുന്നിലുണ്ടെങ്കിൽ പോലും എത്തിപ്പിടിക്കുക എന്നത് ഡിഫിക്കൽറ്റി എന്നൊരു എനർജിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് ഫോക്കസിങ് ചെയ്യുന്നുണ്ട്. തേർഡ് സിറ്റുവേഷൻസിനൊക്കെ പൂർണ്ണമായും എൻഡിങ് സംഭവിച്ചു. അത് ഒരു വിദൂരമാകുന്നൊരു ചിന്തയിലേക്ക്, അത് കയ്യെത്താ ദൂരമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇപ്പം നിങ്ങളിലേക്ക് അവർ ഫോക്കസിങ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 24 അവേഴ്സും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റിങ്ങും മറ്റുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ കാണുന്നത്. കാരണം ഒരു ടാസ്ക്കാണ്, നിങ്ങളിലേക്ക് വന്നു ചേരണമെങ്കിൽ ശരിക്കും ഇന്നർ വർക്ക് ചെയ്യണം, നിങ്ങളുടെ മനസ്സ് ഹീലാവണമെന്നും അവർ ശരിക്കും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കണമെന്നും അവർക്ക് വ്യക്തമായി മനസ്സിലാകുന്നു. ഒരു ജസ്റ്റിസ് നിങ്ങൾക്കും അവർക്കും ഇടയിൽ നടക്കുന്നുണ്ട്. ഒന്നെങ്കിൽ അവരിപ്പോൾ ഒരു ജസ്റ്റിസ് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവാം, അതിൻ്റെ അകത്ത് അവർ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ഒരു എനർജിയിലൂടെയാണ് പോകുന്നത്. അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവരിപ്പോൾ ഒരു ജസ്റ്റിസായിട്ട് അനുഭവിക്കുന്നുണ്ടാവാം. പല പ്രശ്നങ്ങളും, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഫിനാൻഷ്യലി വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ആ ഒരു പേഴ്സൺ ഇന്ന് ഫിനാൻസിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു എനർജിയാണ്. അവർ ശരിക്കും ദുരിതങ്ങളെ നേരിടുന്ന ഒരു എനർജിയിലാണ്, ദാരിദ്ര്യത്തെയും ദുരിതത്തെയും നേരിടേണ്ട ഒരു എനർജിയിലൂടെ ആ ഒരു പേഴ്സൺ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ ജസ്റ്റിസ് നേരിടുന്നു. നിങ്ങളിലേക്ക് അവർക്ക് വരണമെങ്കിലും അവരൊരു ജസ്റ്റിസ് നേരിടേണ്ടി വരും എന്നും അവർക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രതീക്ഷയുണ്ട് കേട്ടോ അവർക്ക്. സ്റ്റക്കായി നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും, ഇരയാക്കപ്പെട്ടു എന്ന ഒരു ബോധ്യത്തിൽ നിന്നുമൊക്കെ അവർക്കൊരു പ്രതീക്ഷയുണ്ട്. ഒരു സെൽഫ് ലവ് ചെയ്യണം എന്നൊക്കെ അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്, മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, അവർ വളരെ ആഴത്തിൽ പ്രതീക്ഷിക്കുന്നു ഒരു സക്സസ്സിന് വേണ്ടിയിട്ട്. കാരണം അവർക്ക് കുറച്ചൊരു മെൻ്റൽ ക്ലാരിറ്റിയൊക്കെ വന്നു കഴിഞ്ഞു കേട്ടോ. ഇതിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ വളരെ സ്ട്രോങ് എനർജിയിലുണ്ട് കേട്ടോ. നിങ്ങളെ ശരിക്കും ചീറ്റ് ചെയ്ത് നിങ്ങളിൽ നിന്നും ഫിനാൻഷ്യലി ആയ ഒരാവശ്യത്തിന് വേണ്ടി, ഭൗതികമാകുന്ന സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് പോയ പേഴ്സൺ ആണ് ഇതിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ എനിക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ അവരാഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോഴാണ് എല്ലാം ഉണ്ടായിരുന്നത്. കാരണം നിങ്ങൾ ഓവറായിട്ട് അവർ ഭരിച്ചിരുന്ന ഒരു എനർജിയാണ്, നിങ്ങളെ കൺട്രോളിങ് ചെയ്തിരുന്നു. അതല്ലെങ്കിൽ നിങ്ങളെ യാതൊരു വാല്യൂം കൽപ്പിക്കാതെ, ഒരു വിലയും നിങ്ങൾക്ക് നൽകാതെ ആധിപത്യം ഉറപ്പിച്ച ഒരു എനർജിയാണ് നിങ്ങൾക്ക് മേലെ എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും ഫിനാൻഷ്യലി ഉള്ള ഒരു ആവശ്യത്തിന് നിങ്ങളെ വിട്ടു പോയി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിക്കോ, അവർ സ്റ്റക്കായി പോവുകയാണ് ചെയ്തത്. ഒരു രീതിയിലും അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവർ ശരിക്കും സ്റ്റക്കായി നിൽക്കുന്നു. 2 സിറ്റുവേഷൻസ് അവർക്ക് ഇപ്പോഴും ഉണ്ട്. ഒന്നിലേതാണ് നല്ലത് ചീത്തയെന്ന് സെലക്ട് ചെയ്യാൻ പറ്റാതെ അവർ ശരിക്കും കണ്ണ് കിട്ടിയ ഒരു എനർജിയിൽ, ഭയത്തിൻ്റെ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. കാരണം അവർക്ക് അവരുടെ ഫാമിലിയെ വിശ്വസിക്കാൻ പറ്റുന്നു. അതായത് കുടുംബം, ബന്ധം, റിലേഷന് അവർ പ്രാധാന്യം കൊടുക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാകുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ നിങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ കുറച്ചും കൂടി അവർ ലെസൺ പഠിക്കാനുണ്ട്. അവർക്ക് ജസ്റ്റിസ് നേരിട്ടുകൊണ്ടിരിക്കുന്നതിൽ പൂർണ്ണത എത്തിയിട്ടില്ല. അവരനുഭവിക്കുന്ന കാര്യത്തിൽ കുറച്ചും കൂടി പൂർണ്ണതയിലെത്താനുണ്ട്. കാരണം ടവറാണ്, അവർ ശരിക്കും ഫെയിലിയർ ആയിപ്പോയി. അവരുടെ ജീവിത സിറ്റുവേഷൻസിൽ അവർ ഫെയിലിയർ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്.
അവർ കുറച്ചും കൂടി അനുഭവിക്കാനുണ്ട് എന്നാണ് നമുക്ക് കാണുന്നത്. ആ ഒരു കുറ്റബോധവും റിഗ്രഷൻ അവരൊന്ന് ക്ലിയർ ആവണം. അവർ നല്ല രീതിയിൽ ഒരു ലെസൺ പഠിച്ച് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അവർ തീർച്ചയായിട്ടും എത്തിച്ചേരും. കാരണം അവരിപ്പോൾ വളരെ ദുഃഖത്തിലാണ്. കാരണം അവരുടെ കയ്യിലിരുന്ന് ഏറ്റവും നല്ലത് നഷ്ടപ്പെട്ടു പോയി. കയ്യിൽ കിട്ടിയിട്ട് ഞാൻ അതിനെ മിസ്യൂസ് ചെയ്തു എന്ന എനർജിയിൽ ഫോക്കസിങ് ചെയ്യാതിരുന്നുവെന്നും പ്രാധാന്യം കൊടുക്കാണ്ടിരുന്നു എന്നുള്ള ആ ഒരു എനർജിയിൽ മരണതുല്യമായ ഒരു ഇമോഷണൽ ലോസാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും തകർന്ന ഒരു എനർജിയാണ് കേട്ടോ. നിങ്ങൾ കൊടുത്തിരുന്ന സപ്പോർട്ട്, നിങ്ങൾ അവരിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നതെല്ലാം അവർ ചിന്തിക്കുന്നു. പക്ഷേ അവർക്കന്ന് അഹങ്കാര ഭാവമായിരുന്നു കേട്ടോ. നിങ്ങളവരെ സപ്പോർട്ട് ചെയ്യുമ്പോഴും നിങ്ങളവരെ ചേർത്ത് പിടിക്കുമ്പോഴും നിങ്ങൾ അവരിലേക്ക് അവരുടെ സർവ്വ സുഖ സൗകര്യങ്ങളെയും നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾ അവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴൊന്നും നിങ്ങൾക്ക് യാതൊരുവിധ മൂല്യവും ആ ഒരു പേഴ്സൺ കൽപ്പിച്ചില്ല എന്ന കുറ്റബോധം ഇന്ന് അവർക്കുണ്ട്. കാരണം അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണെ കെയറിങ് ചെയ്തതായിട്ടാണ് കാണുന്നത്. ഒരു കൊച്ചു കുട്ടിയെ കാണുന്നത് പോലെ ഒരു കുഞ്ഞിനെ ഒരു പിതാവ് ഒരു കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അതേ എനർജിയിൽ നിങ്ങൾ ഒരു മെയിൽ എനർജിയുടെ പവർ എടുത്ത് നിങ്ങൾ ഈ ഒരു പേഴ്സണെ കെയറിങ് ചെയ്തതായിട്ടാണ് കാണുന്നത്. ഫീമെയിൽ എനർജി ആണെങ്കിൽ ഒരു കുടുംബത്തിലെ പൂർണ്ണമായ കാര്യങ്ങൾ, ഒരു കുടുംബ ബന്ധമാണെങ്കിൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിൽ നിങ്ങളൊരു കുടുംബത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത ആ ഒരു വ്യക്തിയെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തു, കെയർ ചെയ്തു. പ്രണയബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അതേ എനർജി തന്നെയാണ് നിങ്ങൾ ആ ഒരു പേഴ്സണെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നതെന്നാണ് കാണുന്നത്. പക്ഷേ ആ ഒരു വ്യക്തി പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു കളഞ്ഞു. നിങ്ങളോട് ഒന്നും തുറന്നു പറയാതെ അവരെ ഒരുപാട് രഹസ്യങ്ങൾ വെച്ച് നിങ്ങളുടെ ബന്ധത്തിനുള്ളിലെന്നാണ് കാണുന്നത്. അതായത് തേർഡ് സിറ്റുവേഷൻസിനെയും ഫിനാൻഷ്യലായ ആ ഒരു ആഗ്രഹത്തെയൊക്കെ അവർ മാറ്റി അവരതൊന്നും നിങ്ങളിൽ വെളിപ്പെടുത്തുകയോ നിങ്ങളോട് അവരുടെ ഇമോഷൻസിനെ ഒന്നും പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല എന്ന ഒരു എനർജി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. കിങ് ഓഫ് കപ്സ് ആണ്. ശരിക്കും പ്രെയർ ചെയ്യുന്നുണ്ട്. കാരണം തിരിച്ചു പിടിക്കുക, തിരിച്ചു ചേരുക എന്നൊരു എനർജി തന്നെയാണ്. അതായത് അവരുടെ ആഗ്രഹം ഇപ്പോഴും അവരുടെ ഉള്ളിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് വേണം. അതവർ വിട്ട് കളഞ്ഞിട്ടില്ല. അത് ജാത്യാലുള്ളത് തൂത്താ പോകൂല എന്ന് പറയുന്ന പോലെ അവരുടെ ജന്മനാലെ അവരിലുള്ളതാവാം ഈ ഫിനാൻസിനോടുള്ള ഒരു അട്രാക്ഷൻ. അപ്പോൾ അതവരുടെ ഉള്ളിലുണ്ടെങ്കിലും അവരാഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വന്ന് ചേരണം, നിങ്ങളിലൂടെ ഓരോന്ന് ചെയ്യണം. കാരണം തീർച്ചയായിട്ടും നിങ്ങളെ ആ ഒരു പേഴ്സൺ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ രീതിയിലും നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ആ വ്യക്തി ശക്തമായി മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കാരണം അവരുടെ മുന്നിൽ പല സാഹചര്യങ്ങളും ഇപ്പോൾ ചെല്ലുന്നുണ്ട്. ഇമോഷണലി ഒക്കെ ചില ഓപ്ഷൻസുകളും കാര്യങ്ങളും അവരിലേക്ക് ചെല്ലുമ്പോഴൊക്കെ അവർ ശരിക്കും തിരിഞ്ഞ് നിങ്ങളിലേക്കാണ് നോക്കുന്നത്. കാരണം അവർക്കിപ്പോൾ ഒന്നും പ്രഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അവർ ചിന്തിച്ച ഒരു സുഖ സൗകര്യങ്ങളൊന്നും ഒരിടത്തുനിന്നും ലഭിച്ചിട്ടുമില്ല, ഇനിയിട്ട് ലഭിക്കില്ല എന്ന് മനസ്സിലായി. അവരുടെ ഇപ്പം കൺഫ്യൂഷൻ. അവരിപ്പം 2 ചോയ്സ് ഉണ്ട്. അവരുടെ ചോയ്സിൽ ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്ക് തന്നെയാണ്. പ്രാധാന്യം കൽപ്പിക്കുന്നത് നിങ്ങളിൽ തന്നെയാണെന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി. അവർ ശക്തമായി എടുക്കാൻ പോകുന്ന ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട എനർജിയിൽ നിന്നും അവരുടെ ആ ഒരു സ്റ്റക്നെസ്സിൽ നിന്നും നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്ന് തന്നെയാണ് കേട്ടോ അവർ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തുടക്കം. ഹാർട്ട് ബ്രോക്കൺ, നിങ്ങൾക്ക് നൽകിയ ഒരു ചീറ്റിംഗ് എനർജിയും നിങ്ങളോട് പെരുമാറിയതായ എല്ലാ സിറ്റുവേഷൻസിനെയും ഹീലാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹം, കെയറിങ്, അല്ലെങ്കിൽ നിങ്ങളോട് ഒരുമിച്ചൊരു നല്ല ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന എനർജിയിലേക്കാണ് ആ ഒരു പേഴ്സൺ വന്ന് നിൽക്കുന്നത്. അവർ കാര്യങ്ങളെയൊക്കെ ഇപ്പം വളരെയധികം പക്വതയോടുകൂടി കാണാൻ പഠിച്ചു. കാരണം അവരുടെ ചുറ്റും നിന്നും അവർ പല കാര്യങ്ങളും അനുഭവിച്ചു ചീട്ട് വാങ്ങിയെന്ന് തന്നെ പറയാം. അവർ ശരിക്കും അനുഭവിച്ചു. കാരണം അവരുടെ ചുറ്റും അവർക്കുണ്ടായിരുന്നത് ബാഡായ എനർജികളായിരുന്നു. അവർക്ക് ഒരിക്കലും ഒരു സ്ഥലത്തൊന്നും ഒരു സന്തോഷമോ സാറ്റിസ്ഫാക്ഷനോ ഒന്നും കിട്ടിയിട്ടില്ല. അവരെപ്പോഴും പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വന്നു. അവർ തൊടുന്നതെല്ലാം പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഒരു ശക്തമായൊരു തീരുമാനം എടുക്കുക എന്നത് ഇമോഷണലി ബാലൻസോടുകൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരിക, പുതിയൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളോടൊപ്പം ഒരു പുതിയ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്കുണ്ടായ ഒരു ഹാർട്ട് ബ്രോക്കൺ ഇമോഷണലി പെയിനിനെ എല്ലാം ഹീലാക്കിയിട്ട് പുതിയൊരു തുടക്കം നിങ്ങൾക്ക് നൽകുക, പുതിയൊരു ലൈഫ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുക എന്ന ഒരു എനർജിയിലേക്കാണ് ഇപ്പോൾ ഒരു പേഴ്സൺ വന്ന് നിൽക്കുന്നത്. അവർ തേടിപ്പോയിടത്തുനിന്നെല്ലാം പിന്തിരിഞ്ഞ് കേട്ടോ. അവരെന്താണോ നിങ്ങളിൽ നിന്നും തേടിപ്പോയത് ആ ഒരു സാഹചര്യത്തെ അവർ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നു. പാസ്റ്റിലേക്ക് തിരിച്ചു വരിക എന്ന എനർജിയിലേക്കാണ് അവർ നിൽക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു
റിയൂണിയൻ സാധ്യമാകും. കാരണം ഒരു ഇമോഷണൽ ബാലൻസും ഹാപ്പിനെസ്സും സന്തോഷവും നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിയൂണിയൻ സാധ്യമാകും കേട്ടോ. ഒരിക്കലും റിയൂണിയന് വേണ്ടി വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നെഗറ്റീവായ എനർജികളെ കളയുക. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.